തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. ഈ ഓണക്കാലത്ത് പോലും ഇത്തരം സങ്കടകരമായ വാർത്തകൾ കേൾക്കുന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ വളരെ വിഷമമാണ്. പിതാവ് മകനെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്തയാണ്. തിരുവനന്തപുരം ഉള്ളൂർ കോണത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. വലിയവിള സ്വദേശിയായിട്ടുള്ള ഉല്ലാസാണ് മരിച്ചത്. സംഭവത്തിൽ ഈ ഉല്ലാസിന്റെ പിതാവ് ഉണ്ണികൃഷ്ണനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വാക്കുതർക്കമാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു ഈ പിതാവ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. രക്തത്തിൽ കുളിച്ചു കിടന്ന അവസ്ഥയിലായിരുന്നു ഉല്ലാസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മദ്യപിച്ചുള്ള വാക്കു തർക്കമാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് കലാശിരുന്നത്. ഇവർ തമ്മിലുള്ള തർക്കത്തിനിടെ വാൾ ഉപയോഗിച്ചാണ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യം നടത്തിയ ശേഷം പ്രതി തന്നെയാണ് പോലീസിൽ കീഴടങ്ങിയതും മറ്റുള്ളവരെ അറിയിച്ചതും. സമീപത്തെ വീട്ടിൽ ആയിരുന്നു ആ സമയത്ത് ഉല്ലാസിന്റെ അമ്മ ഉണ്ടായിരുന്നത്. ഏതായാലും അച്ഛനും മകനും തമ്മിൽ നിരന്തരം ഇത്തരത്തിലുള്ള വഴക്കുകളും മദ്യപിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇവിടെ സ്ഥിരമാണ്. ഏതായാലും വലിയ രീതിയിലുള്ള സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം സ്വന്തം അച്ഛൻ മകനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മകൻ നിരന്തരം ഇത്തരത്തിൽ മദ്യപിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ട്, വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഒരു ഓണ ദിവസം അല്ലെങ്കിൽ ഒരു തിരുവോണ ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ ഓണക്കാലങ്ങളിൽ ഇത്തരത്തിൽ സ്വന്തം അച്ഛൻ മകനെ വെട്ടിക്കൊലപ്പെടുത്തുക എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നതാണ് ഏറ്റവും അതിദാരുണമായ സംഭവം. ഇപ്പോൾ ഏതായാലും പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഒക്കെ തന്നെ ഉടനെ തന്നെ ഉണ്ടാകും.